ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയെ കൊണ്ട് പണിയിപ്പിച്ച് തിന്നാമെന്ന് വിചാരിച്ചിരുന്ന ചന്ദ്രമതിക്കും മരുമകൾക്കും പണി പാലും വെള്ളത്തിൽ കൊടുത്തു നമ്മുടെ അച്ചമ്മ. ഇന്ന് തൊട്ട് അവരോട് പാചകം ചെയ്യാനായിട്ട് അച്ചമ്മ പറയുക. അയ്യോ എൻ്റെ പൊന്നമ്മേ, അവൾക്ക് ഡബ്ബിങ് ചെയ്യുന്ന ജോലിയല്ലേ, അതിനിടയിൽ അവൾക്ക് പാചകമൊന്നും പഠിക്കാൻ സമയം ഉണ്ടായി കാണില്ല, അതാ ഒന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുമ്പോൾ, നാടിൻ്റെ മഹാറാണിയാണെങ്കിലും വീട്ടിൽ വന്നാൽ വീട്ടു ജോലികളൊക്കെ ചെയ്യണം, പാചകം ചെയ്യാൻ അറിയില്ല എന്നും പറഞ്ഞു മാറി നിൽക്കരുത്, അതറിയുന്നവരുടെ കൂടെ നിന്ന് അത് പഠിക്കണമെന്ന് അച്ചമ്മ പറയുക. അപ്പോഴേക്കും പാറു അങ്ങോട്ടേക്ക് വന്നു. പാറു, മുളകൊക്കെ എടുത്ത് ശ്രുതിക്ക് കൊടുക്ക്, ഇവളെ അമ്മിയിലിട്ടത് അരക്കട്ടെ. അമ്മിയിലരയ്ക്കാനോ ഞാനോ എന്നും പറഞ്ഞ് ശ്രുതി നിൽക്കുക. വർഷേ, നീ ഇവിടെ നീ പച്ചക്കറികളൊക്കെ മുറിക്കാൻ പറഞ്ഞു. വർഷ ഇതൊക്കെ നോക്കുക. അപ്പൊ രേവതി ജോലിയൊന്നും ചെയ്യണ്ടേ, ഇവള് വെറുതെ ഇവിടെ കാലാട്ടി ഇരിക്കട്ടെ എന്നാണോ അമ്മ പറയുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, അപ്പൊ നീ ജോലി ചെയ്യുന്നതല്ല നിന്റെ വിഷയം, ഇവള് ജോലി ചെയ്യാതിരിക്കുന്നതാ നിന്റെ വിഷയം അല്ലേ എന്ന് അച്ചമ്മ ചോദിച്ചു. നിന്നെ പോലെ വെറുതെ ഇരിക്കുന്ന ശീലം എന്തായാലും ഇവൾക്കില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുക ചന്ദ്രമതി. ഞാൻ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കുറെ ആയില്ലേ രേവതി ജോലി ചെയ്യുകയും നിങ്ങൾ തിന്നുകയും ചെയ്യുന്നത്. ഇന്ന് രേവതി ഇവിടെ കയറിയിരിക്കട്ടെ, ഇന്ന് നിങ്ങൾ 3 പേരും ജോലി ചെയ്യാം, അതാ നല്ലതെന്ന് പറഞ്ഞു. നോക്കി നിൽക്കാതെ വേഗം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ ചെയ്തോളാം അച്ചമ്മേ, വർഷ ഇവിടുന്ന് മാറി നിൽക്കട്ടെ, അവൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് കേട്ടപ്പം ശരിയാ, അതെ അതെ അതെ, അടുക്കളയിൽ കയറിയാലേ ശ്രുതിയുടെ സ്കിന്ന് കറുത്തു പോകും, അതുകൊണ്ട് ശ്രുതി എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയും വന്നപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. അതെ അതെ അതെ, 2 പേരെ ഒന്ന് കുഞ്ഞു നിൽക്കാൻ പറഞ്ഞു. എന്തിനാ അച്ചമ്മേ? ഒന്ന് നിൽക്കട മക്കളെ, അനുഗ്രഹം വാങ്ങിക്കാനായിരിക്കും, സമ്മാനം കിട്ടും, ഒരു കാര്യം ചെയ്യും കുഞ്ഞി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 2 പേരും കൂടെ കുനിഞ്ഞപ്പോഴേക്കും മുതുക് നോക്കി ഒരൊറ്റ എടിയായിരുന്നു നമ്മുടെ അച്ചമ്മ. അവളുമാർ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഭാര്യമാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന 2 നാണുണ്ടോടാ നിനക്കൊക്കെ എന്ന് ചോദിച്ച അച്ചമ്മ അവരെ 2 പേരെയും പേടിപ്പിക്കുക. ഭാര്യമാരെ ചുറ്റിപ്പറ്റി നിൽക്കാതെ പുറത്തെങ്ങാനും പോയി കറങ്ങിട്ട് പോടാ പിള്ളേരെ, അങ്ങനെയാ സച്ചിയെ കണ്ടു പഠിക്കടാ എന്നും പറഞ്ഞ അച്ചമ്മ. പോടാ 2 അപ്പോൾ ശ്രുതി നടു ഒടിഞ്ഞെന്നാ തോന്നുന്നത്, നീ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ഓടറാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടിക്കേട്ടാന്നും പറഞ്ഞ ശ്രുതിയും കൂട്ടി ശ്രീകാന്ത് അങ്ങ് ഓടി. അവർ 2 പേരും പോയി കഴിഞ്ഞപ്പോൾ എന്താ 3 പേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, പറഞ്ഞു ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞു അച്ചമ്മ. പിന്നെ ശ്രുതിയോ വർഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോൾ മോൾ ഇങ്ങ് വാന്നും പറഞ്ഞ് രേവതിയെ കയ്യെ പിടിച്ച് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി കസേരയിൽ ഇരുത്തി. ചന്ദ്രമതി അന്നേരം പോവാണോ, അയ്യോ എൻ്റെ മോളെ, എൻ്റെ ദൈവമേ ഇത് എന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ഇങ്ങനെ, ഇത് എന്താ എൻ്റെ ഇത് ഷോ അവരെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും, അയ്യോ എൻ്റെ പൊന്നുമോളെ മിണ്ടാതിരിക്കുന്നു പറഞ്ഞ വാചെന്ന് പൊത്തി. അമ്മയുടെ താന് സ്വഭാവം പുറത്തെടുപ്പിക്കല്ലേ, അമ്മ പറഞ്ഞത് ചെയ്തേ പറ്റൂ, നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് നിന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞു. ആശ്വാസം, ഞങ്ങൾ നിന്നാൽ മതി, ആൻറ്റി ജോലിയൊക്കെ ചെയ്തോളൂ അല്ലേ എന്ന് വർഷ പറയുമ്പോൾ, കയ്യും കെട്ടി നോക്കി നിന്നാൽ പോരാ, എന്നെ സഹായിക്കണമെന്നാണ് പറഞ്ഞത്. പച്ചക്കറിയൊക്കെ കണ്ടിട്ട് വർഷയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ ശ്രുതിയും ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക. ശ്രുതി മുളക് അരയ്ക്കുന്നത് അച്ചമ്മയുടെ ഒരു നീട്ടിയുള്ള പറച്ചിൽ. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുന്നു, വരുന്ന അച്ചമ്മയെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പോയി. വർഷം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ശ്രുതി അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാറു ചേച്ചി എല്ലാം പറഞ്ഞു കൊടുക്കും, മുളക് അരയ്ക്കണം, ഈ മുളക് അരയ്ക്കണം, ആ മുളക് അരയ്ക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പിന്നെ നമ്മുടെ വർഷ ഇരുന്ന് പച്ചക്കറി അരിയുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റതള്ള സഹിക്കത്തില്ല. പറമ്പിൽ തൂമ്പെടുത്ത് കിളയ്ക്കുന്ന ഒരവസ്ഥയാണ്. ക്യാബേജും പയറും ഒക്കെ അരിയുന്നതും വെട്ടി മൂറ് ചാഞ്ഞേറി. അപ്പം ഇത് ഈ ചെറിയ കത്തി വെച്ചിട്ട് എങ്ങനെ ഈ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന ആൻറ്റി എന്ന് വർഷ ചോദിച്ചു. ഇങ്ങനെ തന്നെ നമുക്ക് കറി വെച്ചാലോ? മോളെ, ഈ വെള്ളരിക്ക, മുരിങ്ങക്കായ, ക്യാബേജും ഒക്കെ അങ്ങനെ തന്നെ ഇട്ട് കറി വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റുമോ? കട്ട് ചെയ്ത് വേണം കറി വെക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ക്യാബേജ് വെട്ടിപ്പൊളക്കുക. അയ്യോ അങ്ങനെയല്ല മോളെ കട്ട് ചെയ്യേണ്ടത്, മോൾ അതിങ്ങനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് കാണിച്ചു കൊടുത്തു. ആ സമയത്ത് അടുത്തത് കുറെ പയറെടുത്ത് നിവർത്തി അങ്ങ് വെച്ചിട്ട് ആ പയറിൽ ആഞ്ഞു വെട്ടുക. അയ്യോ നീ എന്താ മോളെ ഈ കാണിക്കുന്നേ? എൻ്റെ പൊന്നെ ശ്രദ്ധിച്ച് സാവധാനം ചെയ്താൽ മതി, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. ചെയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ വർഷയെ കൊണ്ട് പറഞ്ഞു കൊടുപ്പിച്ച് ചെയ്യിക്കുവാണ്. അങ്ങനെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അവിടെ മുളക് അരച്ചുകൊണ്ടിരിക്കുക. മോളെ ശ്രുതി എന്ന് പറഞ്ഞാൽ അമ്മ വിളിക്കണം. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പം, അത് പിന്നെ ഞാനിതൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ ആൻറ്റി എന്ന് പറഞ്ഞ് ശ്രുതി. ഒരു കാര്യം എനിക്ക് ഒരിക്കൽ കണ്ടാൽ മതിയെന്നും ഞാനത് ഭംഗിയായിട്ട് ചെയ്യുമെന്നും ശ്രുതി പറയാം. അങ്ങനെ ഒരു കഴിവുണ്ട് എനിക്കെന്ന് പറയുമ്പോൾ നല്ല രേവതിയെക്കാളും അടിപൊളിയായിട്ട് പാചകം അല്ലെങ്കിൽ ആ അരയൊക്കെ അരച്ചുകൊണ്ടിരിക്കുന്നതേ. അതൊക്കെ കണ്ടപ്പോൾ ശ്രുതിയുടെ കഴിവുകളെ അതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. ഞാൻ സമയത്ത്
അത് ഭയങ്കര സന്തോഷമായി, ബോധിച്ചു ചന്ദ്രമതിക്ക്. ഈ സമയത്ത് നമ്മുടെ വർഷം ഇങ്ങനെ അരിയുന്നത് കണ്ടു, വെട്ടി അരിയുന്നത് കണ്ടില്ലേ, ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് വീണ്ടും വീണ്ടും അരിയുക. ശ്രുതിയുടെ അരയൊക്കെ നമ്മുടെ പാറുമ്മയ്ക്ക് അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യും പൊത്തിപ്പിടിച്ച് അയ്യോ എന്ന് പറഞ്ഞ് പച്ചക്കറിക്ക് ചുറ്റും കിടന്ന് ഓടാൻ തുടങ്ങി വർഷ. എന്താ മോളെ എന്ന് ചോദിച്ചോണ്ട് ചന്ദ്രമതി അയ്യോ 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 എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുക. പിന്നെ എല്ലാവരും ഓടിയാ കൂടി. അയ്യോ ഭയങ്കര ശബ്ദം, കാരണം പച്ചക്കറിക്ക് ചുറ്റിനും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക വർഷയ്ക്ക് ചുറ്റും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. എന്താ വർഷേ, എന്താ പറ്റിയ വർഷേ, എന്തിനാ ഓടുന്ന വർഷേ? ഒരിച്ചിരി കൈ മുറിഞ്ഞതിനാ. അപ്പോൾ അയ്യോ ആൻറ്റി എൻ്റെ കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞതിനാണോ? അപ്പോഴാണ് ചന്ദ്രമതിക്ക് ശ്വാസം നേരെ വീണത്. അയ്യോ എൻ്റെ കൈ കട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വർഷ കരച്ചില്ല. അതെ അത് കൈ കട്ടായതാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് ഓടി ശ്വാസവും പോലും ഇല്ല പറയാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വർഷയെന്ന് രേവതി പറഞ്ഞിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ചെന്ന് നോക്കിയപ്പം ഇതിനാണോ നീ ഇങ്ങനെ നിലവിളിച്ചേ എന്ന് ചോദിച്ചു. ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതേ ഉള്ളൂ, നീ നിൽക്കേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വേഗം പോയി എന്ന് മരുന്നെടുത്തോണ്ട് വന്ന് വർഷയുടെ കയ്യിൽ വെച്ച് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ടായി കരച്ചില്ല. അപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകേണ്ട, പച്ചമരുന്ന് വെച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ. അതുകൊണ്ടാണ് പറഞ്ഞത് അറിയാത്ത പണി ചെയ്യിപ്പിക്കരുതെന്ന്. അമ്മയ്ക്കിത് വല്ലതും അറിയാവോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, ചന്ദ്രയെ പഠിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ പച്ചക്കറി മുറിക്കുമ്പോഴേ നിന്റെ കൈ എന്താ മുറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ചന്ദ്രമതിക്ക് ഒന്നും പറയാനില്ല. ചന്ദ്രമതി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് മുറിഞ്ഞ കൈയും പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുക നമ്മുടെ വർഷ. പാറു നീ ഇവരുടെ കയ്യിൽ പച്ചമരുന്ന് പൊട്ടി കൊടുത്തേ പെട്ടെന്നാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ ശേഷം നീ രണ്ടുപേരും പറഞ്ഞ് ജോലി ചെയ്യാൻ പറഞ്ഞു ഇവരോട് രണ്ടുപേരോട്. അപ്പോൾ രേവതി പറഞ്ഞു അച്ഛമ്മ വേണ്ട അച്ഛമ്മ ഞാൻ ചെയ്തോളാം അച്ഛമ്മയെന്ന്. രേവതി നീ മിണ്ടാതെ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടും ഇവളുമാരിന്ന് ചെയ്തോളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിലൂതലായി, അങ്ങനെയായി ഇങ്ങനെയായി. ചന്ദ്രമതി അവിടെ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും വർഷ ഓ ഇതെന്തോ ആൻറ്റി, ഇതെന്താ നമ്മളെന്താ വല്ല ശ്മശാനത്തിലാണോ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഇവിടെ ഗ്യാസ് സ്റ്റവ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെയാ മോളെ ഇവിടുത്തെ പ്രശ്നം, വിറകടുപ്പിൽ പാചകം ചെയ്താൽ ടേസ്റ്റ് കൂടുമെന്നാണ് അമ്മ പറയുന്നത്. ശ്വാസം മുട്ടി തുടങ്ങി മരുമക്കൾക്ക് രണ്ടുപേർക്കും, പ്രത്യേകിച്ച് വർഷയ്ക്ക്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി എല്ലാം തരണം ചെയ്തു പോകുന്ന ഒരാളായിട്ട് നിന്ന് അഭിനയിക്കുക. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കുഴലിങ്ങ് തരാൻ പറഞ്ഞു. എന്നിട്ട് ശ്രുതി മേടിച്ച് ആ കുഴൽ ഊതി. അപ്പോൾ ദേ ഊതി തീ അങ്ങ് കത്തി. അയ്യോ ഇവിടെ എന്തോ തീയാ, എന്തൊരു പോകുക, ഇനി നമുക്കിനി ഫയർഫോഴ്സിന് വിളിക്കേണ്ടി വരുമോ എന്ന് വർഷ. ഇതൊക്കെ കേട്ട ശ്രുതിയൊക്കെ അന്തം വിട്ട് നിൽക്കുക. ശ്രുതി ഊതി തീ കത്തിക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ചുമ തുടങ്ങി. ചന്ദ്രമതി അവിടെ കിടന്ന് ചുമ. അപ്പോഴേക്കും അച്ഛമ്മ രേവതിയോട് മോൾ ആ കസേര എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അച്ഛമ്മ അത് വേണോ അച്ഛമ്മ, നിന്നോടാ പറഞ്ഞത് ഇരിക്കുക എന്നും പറഞ്ഞ് രേവതിയെ വിളിച്ച് അടുത്തിരുത്തി. എന്നിട്ട് രണ്ടുപേരും അടുക്കളയിലേക്ക് നോക്കി ഇരിക്കാം. ഓ കണ്ടില്ലേ വലിയ വീട്ടിലെ മരുമക്കളാണെന്നും പറഞ്ഞ് രണ്ടുപേരെയും ചന്ദ്ര ഇതുവരെ അടുക്കള കയറ്റിയിട്ടില്ലല്ലോ. രണ്ടുപേരും വീട്ടിലെ ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ ഇരുന്ന് തിന്നുമല്ലേ എന്ന് ചോദിച്ചു. അതിനുള്ള ശിക്ഷയാ ഞാനിപ്പോൾ കൊടുത്തതെന്നും അച്ഛമ്മ പറയുവാണേ. ഇതൊക്കെ നല്ലതിനാണെന്ന് എൻ്റെ മോൾ അങ്ങ് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കണു. അങ്ങനെ ഇതൊന്നും കണ്ടിട്ട് രേവതിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ തല അട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെ വർഷേ ആ എണ്ണയും കഴുകയും എടുക്കാൻ പറഞ്ഞു. ശരി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് വർഷ എടുത്തോണ്ട് വരുവാൻ പോയി. ചന്ദ്രമതി ആണെങ്കിൽ അവിടെ കറിക്കൊക്കെ കടുക് പൊട്ടിക്കാൻ നോക്കും. അപ്പോഴത്തേക്കും ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ആൻറ്റി എന്താ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ സാമ്പാറാ ഉണ്ടാക്കണേ എന്ന് ചന്ദ്രമതി. ശ്രുതി അന്നേരത്തേക്കും ആൻറ്റി അതെ പപ്പടം കാച്ചണ്ടേന്ന് ചോദിച്ചു. ആ വേണം, കാച്ചണം. അപ്പോഴത്തേക്കും ദേ അവിടെ പാത്രത്തിൽ കുറേ വെള്ളം ഒഴിച്ച്, കുറേ എണ്ണയോ വെള്ളമോ എന്താണ്ട് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറേ കടുകും കൊണ്ടിട്ട് ഒരു പാത്രം കടുക് കൊണ്ടുപോയിട്ട് നമ്മുടെ വർഷ. പിന്നെ ഒരു പൊട്ടിത്തെറി തന്നെയായിരുന്നു അടുക്കളയിൽ. എല്ലായിടത്തും എണ്ണയും തെറിച്ച് വെള്ളവും തെറിച്ച് കടുകും തെറിച്ച് ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും വർഷയുടെയും ഒക്കെ ദേഹത്തും വീണ് ഭയങ്കര അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. ഇതൊക്കെ കണ്ട് നമ്മുടെ അച്ഛമ്മ ഭയങ്കര ചിരിയാട്ടോ. അപ്പോൾ വർഷ മോളെ നീ എന്തീ കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ വർഷം ഇങ്ങനെ നിന്ന് ചിരിക്കുവാണേ. എന്നിട്ട് പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഷോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അതിലുണ്ടായിരുന്ന സാധനമൊക്കെ കോരിയെടുക്കുക. ഇത് കടുക്. അപ്പോൾ എന്തോന്നാ വർഷയെ കാണിക്കുന്നതെന്ന് ശ്രുതി വർഷയോട് ചോദിച്ചു. വർഷ ഇങ്ങനെ ചമ്മി നാണം കുണുങ്ങി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ശ്രുതി മോളെ അതെ ഈ ഇഞ്ചി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ എടുത്തേനാ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ദേ ഉള്ള ഇഞ്ചി മുഴുവൻ എടുത്ത് സാമ്പാറിലേക്ക് ഇട്ടു. ആ സാമ്പാറിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഇഞ്ചി കഷ്ണം മുഴുവൻ നമ്മുടെ വർഷം എടുത്തിട്ടപ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കാർച്ച. അയ്യോ ഇടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ കിടന്ന് ഒച്ച വെക്കുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ ഇതൊക്കെ കണ്ട് ചിരി. ശ്രുതിയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പം എന്താ നീ കാണിച്ചേ? അപ്പം ഇഞ്ചി ഇതിൽ ഇടുന്നല്ലേ ആൻറ്റി പറയാൻ വന്നതെന്ന് ചോദിക്കുമ്പം ആരെങ്കിലും സാമ്പാറിൽ ഇഞ്ചി ഇടുവോ എന്ന് ചന്ദ്രമതി ചോദിക്കുക.
ഓ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. മോളെ ദേ ഇതങ്ങ് പിടിക്കാമെന്ന് ചോദിച്ചു. ഒരു ക്യാരറ്റ് എടുത്ത് കൊടുത്തു. ഇതെന്തിനാ ആൻറ്റി? ഒന്നിനും വേണ്ടിയല്ല, മോളിത് അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി വെച്ചൊന്ന് കഴിക്കുക, അങ്ങനെ ഒരു ഉപകാരം എനിക്കൊന്ന് ചെയ്ത് തരാവോന്ന് ചോദിച്ചു. അച്ചമ്മയിരുന്ന് ചിരിയോ ചിരിയാട്ടോ. വർഷ എന്നിട്ട് ക്യാരറ്റുമായിട്ട് പറഞ്ഞതുപോലെ തന്നെ അപ്പുറം പോയി നിന്ന് കഴിക്കുക. അതെ, ഇവിടെ ഗ്യാസ് സ്റ്റൗ ഇല്ലാതിരുന്നതേ ഭാഗ്യമായിട്ട് ആൻറ്റി, ഉണ്ടായിരുന്നെങ്കിലേ ഇവളീ വീട് കത്തിച്ചേനേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അന്നേരം പറയാം. ഈ സമയത്ത് ആൻറ്റി ഇതൊക്കെ എന്തിനാ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്, പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പോരേ എന്ന് ചോദിച്ചു കേട്ടോ വർഷ. അപ്പം ഇതൊന്നും അമ്മ കേൾക്കണ്ട കേട്ടോ ഒന്ന് ചന്ദ്രമതി അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. ഈ മണ്ടികളൊന്നും അച്ചമ്മയും ദേവത അവിടെ ഇരിക്കുന്നത് കാണുന്നില്ല. സാമ്പാറിലിട്ട് ഇഞ്ചി കഷ്ണമൊക്കെ ദേ നമ്മുടെ ചന്ദ്രമതി അങ്ങനെ തന്നെ അങ്ങ് എടുത്തു. ഈ സമയത്ത് ദേ നമ്മുടെ സുധിയും ശ്രീകാന്തും കൂടെ മുറ്റത്തോടെ നടക്കുക. വീടിൻ്റെയും കഥകിൻ്റെയും ഒക്കെ എണ്ണ എടുത്തുകൊണ്ട് നടക്കും. ഇതൊക്കെ നല്ല തേക്ക, പൊളിച്ച് വിറ്റാൽ നല്ല പൈസ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി. അപ്പം അച്ഛമ്മ കേൾക്കണ്ട, പൊളിച്ച് അടുക്കും എന്ന് പറഞ്ഞ് ശ്രീകാന്ത്. ഇതിപ്പോൾ എനിക്കായ കുറ്റം എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ നടക്കുക. നമ്മുടെ ചെറിയ മാവ് പൂത്തെന്നാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. ഈ നാടാകെ മാറിയെന്നൊക്കെ പറഞ്ഞ് എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടായത്? എല്ലാം പഴയതുപോലെ തന്നെ. ഇവിടെ ഒരു ഷോപ്പിംഗ് മോളോ എയർപോർട്ടോ ഉണ്ടോ? ആകെ ഉള്ളത് 4 വീടും 10 മരവും അല്ലേടാ. ഈ നാട്ടിലെ വളർന്നിരുന്നതെങ്കിലേ ജീവിതത്തിൽ ഒരു ഡെവലപ്മെന്റും ഉണ്ടാകുമായിരുന്നില്ല. രക്ഷപ്പെട്ടു. ഞാനിവിടെ താമസിക്കാത്ത എന്തായാലും നന്നായെന്ന് സുധി പറയുമ്പം അതെ ഏട്ടൻ രക്ഷപ്പെടാനേ ഏട്ടൻ്റെ ജീവിതത്തിൽ എന്ത് ഡെവലപ്മെന്റാണ് ഉണ്ടായതെന്ന് ചോദിച്ച് ശ്രീകാന്ത് കളിയാക്കിയാൽ അവിടെ നിന്ന് പോയി സുധിക്ക് ഇതൊക്കെ കൊണ്ടു. സുധി എന്നിട്ട് ഇങ്ങനെ ആകെ ഇതായിട്ട് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുക നമ്മുടെ സച്ചി അവിടെ ചോറ് കഴിക്കാനുള്ള ഇലയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക. ഇല തുടച്ചു, ചോറ് വിളമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോഴേക്കും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അവിടെ കൊണ്ടുവന്നു ഇവരെല്ലാവരും. അപ്പോൾ ദേ ഇല വിളമ്പ് വേഗം ആട്ടെ, വാടാ സുധി, ശ്രീകാന്തേ വാടാ ഭക്ഷണം കഴിക്കണ്ടേ എന്നും പറഞ്ഞ് അവരെ വിളിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്നു. ഭാഗ്യം, കൃത്യസമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. അയ്യോ, അപ്പോൾ എടാ സുധ നീ കൈയൊക്കെ കഴിയടാ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് സുധി നിൽക്കുക. കഴിക്കാനുള്ള ആക്രാന്തത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഇവർ. പിന്നെ ചുറ്റിനും എല്ലാവരും ഇലയൊക്കെ ഇട്ട് എല്ലാവരും ചുറ്റിനും ഇരിക്കാം. അപ്പോൾ ദേ ഇന്നത്തെ പാചകം ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ അതാ ഒരു പ്രശ്നം. എന്ത് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിനക്ക് അറിയാവോന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അത് കഷ്ടപ്പെട്ട് ഞങ്ങൾ കഴിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണെന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നീ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് ചന്ദ്രമതി പറയാം. അപ്പോഴേക്കും രേവതി കഴിക്കാനായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ കഴിച്ചിട്ടില്ലേ നീ കഴിക്കാറ്, ഇപ്പം എന്തിനാ നീ ഞങ്ങൾക്കൊപ്പം ഇരുന്നത് എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുക. അപ്പോൾ രേവതി എഴുന്നേറ്റു. നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു അച്ചമ്മ. അപ്പോൾ വേണ്ട അച്ചമ്മേ, ഞാൻ അച്ചമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കഴിച്ചോളാവെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് എഴുന്നേക്കും കേട്ടോ. അങ്ങനെ രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ആ സമയം നിന്നോട് അവിടെ ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞതെന്ന് അച്ചമ്മ ചോദിച്ചു. രേവതി അവിടെ ഇരുന്നു. രേവതിക്ക് ഇരിക്കലും ഏക്കലൊക്കെ തന്നെയാണ് പണി. വീട്ടിൽ അങ്ങനെയാണ് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് രേവതിയോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞത്. ചന്ദ്രേ, സംസാരിക്കാതെ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് കേട്ടോ എന്ന് ചന്ദ്രമതിയോട് ചോദിച്ചു അച്ചമ്മ. അപ്പം നീ ഇതിൽ എഴുന്നേറ്റ് നിന്ന് സച്ചി രേവതിയോട് ചോദിച്ചു. അങ്ങനെ ദേ അവിടെ ഇവരുണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും വിളമ്പി കഴിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവരും വിളമ്പി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ശ്രുതി കൊള്ളാം എന്നുള്ള രീതിയിലിരുന്ന് ഇങ്ങനെ കാണിക്കുക കേട്ടോ. ശ്രുതി, നീയാണോ സാമ്പാർ ഉണ്ടാക്കിയത്? അല്ല, ഞാൻ അരച്ചു കൊടുത്തതേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടപ്പം അതാ സാമ്പാർ എടുത്തപ്പോൾ തന്നെ നല്ല വാസനയുണ്ടെന്ന് ശ്രുതി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പപ്പടം മറച്ചു പിടിച്ചിട്ട് ചിരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുവാണേ. വർഷ നീ എന്താ ഉണ്ടാക്കിയതെന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പം ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വെജിറ്റബിൾ കട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു. വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല, ഓരോ കറിക്കും ഓരോ അളവുണ്ട്, എന്തായാലും നീ ചെയ്തല്ലോ, വെരി ഗുഡ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത്. ആ സമയത്ത് നമ്മുടെ സച്ചി രേവതിയോട് ചെവിയിൽ എന്തൊക്കെയോ സ്വകാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുരിങ്ങാക്കോല് നമ്മുടെ ശ്രീകാന്തിൻ്റെ കയ്യിൽ കിട്ടുന്നത്. ശ്രീകാന്ത് മുരിങ്ങാക്കോൽ എടുത്തപ്പോൾ ശ്രീകാന്തിനേക്കാളും വലിയ മുരിങ്ങാക്കോല് നമ്മുടെ വർഷയാണല്ലോ അരിഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഈ മുരിങ്ങാക്കോലും കയ്യിൽ പിടിച്ച് ഇങ്ങനെ വർഷയുടെ നേരെ നോക്കും. മുരിങ്ങാക്കോയുടെ വലിപ്പം കണ്ടോ, ഇതുകൊണ്ടൊരാളെ തല്ലാമല്ലോ എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ വർഷ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. നിന്റെ വൈഫ് കട്ട് ചെയ്തതാണെന്ന് ശ്രുതി അന്നേരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാം. സ്കെയിൽ വെച്ച് അളന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് വർഷ കഴിപ്പിക്കുക. കഴിച്ചോളാം എന്ന് പറഞ്ഞിരുന്ന് കഴിച്ചു. അപ്പം അമ്മയ്ക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലേ എന്ന് സച്ചി അന്നേരം അമ്മയോട് ചോദിക്കും കേട്ടോ. അവിയൽ മാത്രം ഞാനും രേവതി ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ അത് സൂപ്പറായിട്ടുണ്ട് അച്ഛമ്മേ, സൂപ്പറായിട്ടുണ്ടെന്ന് സച്ചി. നിങ്ങളുടെ രണ്ടുപേരുടെയും കൈപുണ്യം ലോകത്ത് മറ്റാർക്കും ഇല്ല എന്ന് നമ്മുടെ സച്ചി അങ്ങ് പറയണം. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ എന്തായാലും നല്ല രസമായിട്ട് നമ്മുടെ സച്ചി എല്ലാവരെയും കളിയാക്കി ആസ്വദിച്ചിരുന്ന് കഴിക്കും. ചന്ദ്രമതിയുടെ മുഖം മാത്രം കടന്നൽ കുത്തി പോലെ ഇരിക്കുമ്പം, ചന്ദ്രേ നീ എന്താ രേവതിക്ക് മാത്രം പപ്പടം കൊടുക്കാതിരുന്നത്? അവൾക്കെന്താ പപ്പടം കൊടുത്ത നിന്റെ കൈ വേദനിക്കുമോന്ന് അച്ചമ്മ ചോദിച്ചു. ആ സമയം
അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കൊടുക്ക, അവൾക്ക് പപ്പടം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിയെ കൊണ്ട് രേവതിക്ക് പപ്പടം കൊടുപ്പിക്കുക. അങ്ങനെ രേവതിക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ സച്ചി കോരിയിട്ട് കൊടുക്കുക. എല്ലാം കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, ടേസ്റ്റ് ഉണ്ടല്ലേ എന്നൊക്കെ സച്ചി രേവതിയോട്. അമ്മ മുൻപ് വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ കുത്തുമ്പം വിഷമടിക്കാത്ത ഞാനിവിടെ നട്ടുണ്ടാക്കിയ പച്ചക്കറികളാ ഇതൊക്കെ, ടേസ്റ്റ് ഇല്ലാതിരിക്കുമോ അച്ഛമ്മ നേരം ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രമതി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ നല്ല മനസ്സോടെ ഉണ്ടാക്കിയ ഏത് ഭക്ഷണത്തിനും രുചി ഉണ്ടാകും. അപ്പോൾ വീട്ടിൽ ഞാൻ നല്ല മനസ്സോടെ അല്ലേ ഇവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തതെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാ ചന്ദ്രേ, നീ ഇനി അത് പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ടെന്ന് അമ്മ അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പോൾ വർഷമൊന്നും കഴിക്കാതിരുന്നപ്പോൾ നീ എന്തൊന്നും കഴിക്കാത്തതെന്ന് ചോദിച്ചു വർഷയോട് നമ്മുടെ ചന്ദ്രമതി. അപ്പോഴത്തേക്കും വർഷയുടെ കൈ അങ്ങ് വേദനിച്ചു. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കരച്ചിൽ. അപ്പോൾ എന്തു പറ്റി വർഷയെന്ന് ചോദിച്ചേ. അപ്പോൾ അത് പിന്നെ കൈവിരൽ മുറിഞ്ഞിരുന്നല്ലോ, അത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇലയിൽ വിളമ്പിയ ഭക്ഷണം കൈ കൊണ്ട് തന്നെയാണ് കഴിക്കേണ്ടതെന്നും അപ്പോഴേ രുചി അറിയത്തുള്ളെന്നും പറഞ്ഞു ശ്രീകാന്ത്. വർഷേ ഞാൻ വാരി തരട്ടെ എന്ന് ചോദിച്ചു ചന്ദ്രമതി. അപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ചന്ദ്രമതി വർഷയ്ക്ക് വാരി കൊടുക്കുക. അങ്ങനെ വർഷയ്ക്ക് വാരി കൊടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി നോക്കുക. അവളുടെ അമ്മ 12 തട്ടാ കൊണ്ടുവന്നത്. ആ സ്നേഹം ഈ കാണുന്നതെന്ന് സച്ചി അന്നേരം പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ഒക്കെ ഇങ്ങനെ നോക്കുക. എല്ലാവരും മലേഷ്യയിൽ നിന്ന് പാർലറേടത്തിയുടെ ഏട്ടത്തി 13 തട്ട് കൊണ്ടുവന്നാലേ അവളെ വിട്ടിട്ട് അമ്മ ഇവളെ കൂട്ടും, അതിനൊരു മാറ്റവും ഇല്ലാന്ന് നമ്മുടെ സച്ചി. അന്നേരത്തേക്കും ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ഈ സമയത്ത് സച്ചിയായിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതി. അങ്ങനെ ചന്ദ്രമതി വർഷയ്ക്ക് വാരി കൊടുത്തോണ്ടിരിക്കാം. തട്ട് നോക്കി സ്നേഹം വിളമ്പുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ രേവയിട്ട് അവനോട് വായടയ്ക്കാൻ പറയാൻ പറഞ്ഞു ചന്ദ്രമതിയെ. എന്നിട്ട് നീ കഴിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വാരി കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. വർഷ അത് മേടിച്ച് കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ സ്നേഹം കൊണ്ട് പൊതിയുമാണ് ഇളയ മരുമകളെ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്ക് സഹിച്ചില്ല. രേവതി ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ചന്ദ്രേ അതെ മതി എന്ന് അച്ചമ്മ പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. രേവതി നീ വർഷയുടെ അടുത്ത് എന്ന് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനത്തെ ചന്ദ്രമതിയുടെ മാറ്റി വർഷയുടെ അരികിൽ രേവതിയെ കൊണ്ടുവന്നിരുത്തുക അച്ചമ്മ. എന്നിട്ട് ചന്ദ്രേ രേവതിക്ക് വാരി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതിക്കും വാരി കൊടുപ്പിക്കുകയാണ് നമ്മുടെ അച്ചമ്മ ചന്ദ്രമതിയെ കൊണ്ട്. അപ്പൊ അവളുടെ കൈ മേലാത്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്, നിന്നോട് ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി. കൈ മേലാത്ത ഒരാളെ വാരിക്കൊടുത്ത് ഊട്ടണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നിന്റെ ഈ തിരിച്ചു വ്യത്യാസം അത് ഞാൻ സഹിക്കില്ല. അതുപോലെ തന്നെ നീ മറ്റു 2 പേരെയും ഊട്ടണം, അത് നീ ചെയ്യണം. അമ്മായിയമ്മ എല്ലാ മരുമക്കളെയും ഒരുപോലെയാണ് കാണേണ്ടത്. 3 പേർക്കും നിന്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ ചന്ദ്രമതിയെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.